ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ഒഡീഷ FC-ക്കെതിരെയാണ് കളിക്കുക. വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സിന് ഇത് ഹോം മത്സരമാണ്. കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വേണ്ടി 2 സൂപ്പർ താരങ്ങൾ കളിക്കില്ല. സസ്പെൻഷനാണ്. അതായത് അവരുടെ സൂപ്പർ താരങ്ങളായ പ്യൂട്ടിയ അതുപോലെ തന്നെ ഹ്യൂഗോ ബോമസ് എന്നിവർക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം നഷ്ടമാവുക. ഇന്ന് ചെന്നൈക്കെതിരെ നടന്ന മത്സരത്തിൽ ഈ 2 താരങ്ങളും യെല്ലോ കാർഡുകൾ വഴങ്ങുകയായിരുന്നു. ഇതോടുകൂടി 4 യെല്ലോ കാർഡുകൾ പൂർത്തിയായി. അതുകൊണ്ടാണ് അവർക്ക് അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരുന്നത്. ഈ 2 താരങ്ങളുടെയും അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ 3 താരങ്ങൾക്ക് കളിക്കാനാവില്ല. കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ച മിലോസ് ഡ്രിൻസിച്ച് അതുപോലെ തന്നെ ഐബൻ ഡോഹ്ലിംഗ് എന്നിവർ പുറത്തിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ യെല്ലോ കാർഡ് ലഭിച്ച ഡാനിഷ് ഫറൂഖിനും പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഒഡീഷയ്ക്കും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മലയാളി താരമായ വിപിൻ മോഹനൻ ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു. ട്രെയിനിങ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. മറ്റൊരു താരം ജീസസ് ജിമിനസ് ആണ്. അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു. അദ്ദേഹം ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാർക്കസ് മർഗുലാവ് നേരത്തെ പറഞ്ഞിരുന്നു. വിപിൻ കൂടി തിരിച്ചെത്തുകയാണെങ്കിൽ അത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശക്തി പകരുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.